ഓരോ തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷവും ഈ തിരഞ്ഞെടുപ്പ് കണക്കുകളുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ അത് കോൺഗ്രസ് ആയാലും ആം ആദ്മി പാർട്ടി ആയാലും ഉന്നയിക്കാറുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗമായിരുന്നു ഇന്നലെ രാത്രി. അത് കേജ്രിവാൾ നേരിട്ട് തന്നെ ഇറങ്ങി സമൂഹ മാധ്യമങ്ങളടക്കം പല വിവരങ്ങളും പങ്കുവെച്ച് പുറത്തേക്ക് വന്നത്. നിലവിൽ എല്ലാ ക്രമീകരണങ്ങളും അത് പൂർത്തിയായിരിക്കുന്നു. അതീവ സുരക്ഷ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. 19 കൗണ്ടിംഗ് സെൻറ്ററുകളാണ് ആകെയുള്ളത്. അതായത് 70 സ്ട്രോങ് റൂമുകൾ. ഈ 70 സ്ട്രോങ് റൂമുകളിലെയും വോട്ടുകൾ എണ്ണാനായിട്ട് 19 സെൻറ്ററുകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഈ 19 സെൻറ്ററുകളിലും ഇപ്പോൾ ഏകദേശം ഇനി 1 മണിക്കൂർ ബാക്കി നിൽക്കുന്നു. 8 മണിക്ക് തന്നെ വോട്ടെണ്ണി തുടങ്ങും. ആദ്യം പോസ്റ്റൽ ബാലറ്റുകളാണ്, പിന്നാലെ EVM-ലുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലുള്ള വോട്ടുകളും എണ്ണി തുടങ്ങും. നിലവിൽ 10,000 പോലീസ് ഉദ്യോഗസ്ഥരെയും ഒപ്പം വിവിധ അർദ്ധസൈനിക വിഭാഗ സംഘങ്ങളെയും നിയോഗിച്ചിരിക്കുന്നു. ഈ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെല്ലാം തന്നെയായി വലിയ സുരക്ഷയ്ക്ക് വേണ്ടി ഈ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഫ്ലൈയിങ് സ്ക്വാഡുകളെയും എല്ലാം തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഒരു പ്രശ്നമുണ്ടാക്കാത്ത രീതി, അല്ലെങ്കിൽ ഒരു തരത്തിലും വോട്ടെണ്ണലിനെ ബാധിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനും മുന്നോട്ട് വയ്ക്കുന്നത്, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. 8:30-ക്ക് EVM-കൾ എണ്ണി തുടങ്ങി. ഒരു 9-9:30 തന്നെ ഏകദേശ ചിത്രമൊക്കെ നമുക്ക് മുന്നിൽ തെളിയുമെങ്കിലും ഒരു 11 മണിയോടെങ്കിലും നമുക്ക് എങ്ങോട്ട് ചായും ഡൽഹി എന്നുള്ള കാര്യം ഏറെക്കുറെ മനസ്സിലാവും. എന്തായാലും 8:30 ആദ്യ ട്രെൻഡുകൾ വന്നു തുടങ്ങും. EVM-കൾ എണ്ണി തുടങ്ങിയാൽ 9 മണിക്ക് ആ ഒരു ഐഡിയ നമുക്ക് കിട്ടും, എങ്ങനെയാണ് ഡൽഹി പോകാൻ പോകുന്നത് എന്നുള്ള കാര്യം 9-9:30 തന്നെ മനസ്സിലാകുമെന്ന് കരുതാം. ഈ 17C-യുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ഇന്നലെ രാത്രി ഈ തർക്കങ്ങൾ ഉണ്ടായത്. അതായത് ഓരോ ബൂത്തുകളിലും എത്രത്തോളം വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യം. ആകെ 2.5 കോടി ജനങ്ങളാണ് ഡൽഹിയിലുള്ളത്. അതിൽ 1.7 കോടി ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ആകെ പോപ്പുലേഷൻ്റെ 60.52% ആളുകളും വോട്ടുകൾ പോൾ ചെയ്തിട്ടുണ്ട്. അതിലൊരു പ്രശ്നം ഉണ്ടാകാതെ ഇരിക്കാൻ, അതായത് ഈ ആം ആദ്മി പാർട്ടി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഉന്നയിക്കുന്നൊരു ആരോപണമുണ്ട്. ഈ ഒരുപാട് വോട്ടർമാരെ പുതിയതായിട്ട് പട്ടികയിൽ ചേർത്തു, അതിൻ്റെയൊന്നും വിവരങ്ങൾ ലഭ്യമാക്കിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളടക്കം ഉന്നയിച്ച് ഈ ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാളും നേതാക്കളും എല്ലാം തന്നെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചു. അത് തിരഞ്ഞെടുപ്പ് കമ്മീഷനും BJP-യും എല്ലാം നിഷേധിച്ചതാണ്. അതിൽ ഒരു പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിലേക്ക് ഫെയർ ഇലക്ഷൻ, അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു പിശകുണ്ടാക്കാത്ത രീതിയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കാര്യങ്ങൾ അവതരിപ്പിക്കണമെന്നുള്ള കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ 17C പുറത്തുവിടണമെന്നുള്ള കാര്യം ഉന്നയിച്ചത്. അതാദ്യം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സമ്മതിക്കുന്നില്ല. പിന്നാലെ പോളിംഗ് ഏജന്റുമാർക്ക് ലഭിച്ച വിവരങ്ങൾ ആം ആദ്മി പാർട്ടി തന്നെ അവരുണ്ടാക്കിയ ഒരു വെബ്സൈറ്റിൽ, ട്രാൻസ്പാരന്റ് ഇലക്ഷൻ എന്നുള്ളൊരു വെബ്സൈറ്റിൽ പുറത്തുവിടുന്നു. പിന്നാലെ തിരഞ്ഞെടുപ്പ് കമ്മീഷനും ആ വിവരങ്ങൾ പുറത്തുവിടുന്നു. നിലവിൽ ഈ ആം ആദ്മി പാർട്ടിയുടെ ആസ്ഥാനമാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ ഉണർന്നു വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാര്യങ്ങളെല്ലാം ഈ വെള്ളത്തിൻ്റെ എല്ലാം തന്നെ കെട്ടുകൾ കൊണ്ടുവയ്ക്കുന്നതാണ്. ഇവിടെ എത്തുന്ന പ്രവർത്തകർക്കും നേതാക്കൾക്കും അതുപോലെ മറ്റ് മാധ്യമ പ്രവർത്തകർക്കും വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടും, ഒപ്പം മറ്റ് തയ്യാറെടുപ്പുകൾ, അതായത് തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ആം ആദ്മി പാർട്ടി ജയിക്കുകയാണെങ്കിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഈ ആസ്ഥാനത്തിന് പുറത്തും. ഈ മറ്റ് പാർട്ടികളെ സംബന്ധിച്ച്, കോൺഗ്രസിനെയും BJP-യും സംബന്ധിച്ച് ആം ആദ്മി പാർട്ടിയുടെ ആസ്ഥാനം കുറച്ച് ചെറുതാണ്. വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകളും സൗകര്യങ്ങളും അകത്തൊരുക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പുറത്ത് റോഡിലേക്ക് ഈ സ്റ്റേജ് കെട്ടി അഭിസംബോധന പ്രസംഗമെല്ലാം തന്നെ പുറത്ത് വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേതാക്കളെല്ലാവരും ഉച്ചയ്ക്ക്, അല്ലെങ്കിൽ ഒരു 10 മണിക്ക് ശേഷം 11 മണിയോടുകൂടി തന്നെ ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് നിലവിൽ കരുതുന്നത്. പക്ഷേ ഈ കാര്യങ്ങളിലെല്ലാം ആം ആദ്മി പാർട്ടിയെ രക്ഷിക്കണമെങ്കിൽ, തുണയ്ക്കണമെങ്കിൽ മധ്യവർഗം വലിയ രീതിയിൽ വന്ന് ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാകണം. അവിടെയാണ് ഈ 3 പാർട്ടികളും എങ്ങനെ പ്രചാരണം നടത്തി എന്നുള്ളതിൽ ഏറ്റവും വലിയ കാര്യമുള്ളത്. രാഷ്ട്രീയം മറന്ന് വാഗ്ദാനങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ എന്തൊക്കെ തരുന്നു അല്ലെങ്കിൽ നൽകുമെന്നുള്ള കാര്യം നോക്കാൻ വേണ്ടി ഡൽഹിയിലെ ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു ഇലക്ഷൻ കൂടിയാണ് ഇപ്പോൾ കടന്നുപോയിരിക്കുന്നത്. ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചത് വനിതകൾക്ക് പ്രതിമാസം 2,100 രൂപയാണെങ്കിൽ BJP-യും കോൺഗ്രസും 2,500 രൂപ പ്രഖ്യാപിച്ചിരിക്കുന്നു. BJP-യെ സംബന്ധിച്ച് അവർ മഹിളാ സമ്മാൻ യോജന എന്നുള്ളതാണ് ഈ സ്കീമിന് പേരിട്ടിരിക്കുന്നത്. ഇതിനു മുൻപ് മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും അവർ പ്രഖ്യാപിച്ച് നടത്തി കാണിച്ചു കൊടുത്ത ഒരു സ്കീമാണ്, ഒരു വെൽഫെയർ സ്കീമാണ്, ഈ ജനക്ഷേമ പദ്ധതിയാണ് ഈ മഹിളാ സമ്മാൻ. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ വെവ്വേറെ പേരുകളായിരുന്നു. ലാഡ്ലി യോജന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വെവ്വേറെ പേരുകളായിരുന്നു. അത് നടത്തി കാണിച്ചു തരാമെന്നുള്ളൊരു ഉറപ്പ് BJP ആളുകൾക്ക് വെച്ചിരുന്നു. ഒപ്പം തന്നെ കേന്ദ്രത്തിലാകെയുള്ള BJP-യോടുള്ള വിശ്വാസം എല്ലാം തന്നെയാണ് ഇപ്പോൾ വലിയ തോതിൽ ഇങ്ങനെ ട്രെൻഡ് BJP-ക്ക് അനുകൂലമായി ഈ
എക്സിറ്റ് പോൾ പ്രവചനങ്ങളിലടക്കം കാണുന്നത്. പക്ഷേ ആ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെല്ലാം തള്ളിക്കളയുന്നൊരു പ്രവണതയാണ്, അല്ലെങ്കിൽ ആ രീതിയിലാണ് ആം ആദ്മി പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയം മുൻപ് കോൺഗ്രസ് നേതാവും അതുപോലെ തന്നെ ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ മത്സരിക്കുന്ന സന്ദീപ് ദീക്ഷിത്, മുൻ മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിതിൻ്റെ മകനാണ്, അവരുടെ ഒരു പ്രതികരണം വന്നിരുന്നു. സഖ്യത്തിന് തയ്യാറെടുക്കുന്നുണ്ടോ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും എന്നുള്ളതായിരുന്നു ചോദ്യം. അതിൽ അദ്ദേഹം പൂർണ്ണമായിട്ടും തള്ളുന്നില്ല, മറിച്ച് ഹൈക്കമാൻഡ് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമെന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, നിലവിൽ ആം ആദ്മി പാർട്ടി കോൺഗ്രസുമായിട്ട് സംസാരിക്കാൻ തയ്യാറാണ്. ഈ ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ക്ലോസ് കോൾ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ അധികാരം പിടിക്കാൻ എന്ത് രീതിയും എന്ത് നയവും സ്വീകരിക്കാം എന്നുള്ള തരത്തിലേക്കടക്കം ആം ആദ്മി പാർട്ടി കടന്നിരിക്കാം, അല്ലെങ്കിൽ കടന്നു പോയേക്കാം എന്നുള്ളൊരു റിപ്പോർട്ടുകളാണ് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 36 എന്നുള്ള മാജിക് നമ്പർ ലഭിക്കാൻ വേണ്ടി ഒരുപക്ഷേ അവർ കോൺഗ്രസുമായിട്ടടക്കം ചർച്ചകൾ നടത്തിയേക്കാം. അവിടെ കോൺഗ്രസും സീറ്റുകൾ ഉണ്ടാവണം, ഒപ്പം ഒരു കംഫർട്ടബിൾ മെജോറിറ്റി മാർക്കിലേക്ക് കോൺഗ്രസുമായിട്ടുള്ള സഖ്യം ആം ആദ്മി പാർട്ടിയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് കൂടിയായിരിക്കണം ഫലങ്ങൾ വരേണ്ടത് എന്നുണ്ട്. മറിച്ച് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ അല്ലെങ്കിൽ പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി, അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് ആയിട്ടുള്ളൊരു ട്രെൻഡ് BJPക്ക് വേണ്ടി പോയി കഴിഞ്ഞാൽ എളുപ്പം തന്നെ സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടി BJPക്ക് സാധിക്കുകയും ചെയ്യും. അതാണ് നിലവിൽ ഡൽഹിയുടെ ഒരു ആകെത്തുകയിലുള്ള അവസ്ഥ. മധ്യവർഗത്തെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള, ഒപ്പം തന്നെ ഈ അർബൻ പൂർ എന്ന് പറയുന്ന താഴെത്തട്ടിലുള്ള ആളുകളെയും ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന കാടടച്ച പ്രചരണം എന്നൊന്നും പറയില്ല, പക്ഷേ നയങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ 3 പാർട്ടികൾക്കും കഴിഞ്ഞു എന്നുള്ള കാര്യം തന്നെയാണ്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് അവർ ഏറെ നാൾ മുമ്പേ തന്നെ ഈ പ്രചരണങ്ങളെല്ലാം തുടങ്ങിയിരുന്നു. പിന്നാലെ ഏത് നിമിഷവും ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാമെന്നുള്ള സമയത്ത് തന്നെ കോൺഗ്രസും അതുപോലെ BJPയും പ്രചരണങ്ങൾ ആരംഭിച്ചു. കോൺഗ്രസ് വളരെ സജീവമായി ഈ രംഗത്തുണ്ടായിരുന്നു, ഈ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിരുന്നു, പ്രചരണ രംഗത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഫാക്ടർ. അത് ആം ആദ്മി പാർട്ടിയായിരിക്കും നേരിട്ട് ബാധിക്കുക. ഒരു വോട്ട് കട്ടിംഗ് ആയിട്ട്, അല്ലെങ്കിൽ വോട്ട് കട്ടറായിട്ട് അവിടെ. ശരി, ആം ആദ്മി പാർട്ടിക്ക് വാട്ടർലൂ ആയി മാറുമോ ഡൽഹിയിലെ തിരഞ്ഞെടുപ്പ് ഫലം എന്നതാണ് ഏറ്റവും വലിയ ആകാംക്ഷ.